നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോയിൽ 2024 ബഡ്ജറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടാക്സിൽ. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയും ബാധിക്കും, അതുപോലെ തന്നെ F&Oയിൽ വർക്ക് ചെയ്യുന്നവർ, ട്രേഡ് ചെയ്യുന്നവർക്ക്, ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു ടാക്സേഷൻ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, എത്ര എമൗണ്ടാണ് ചേഞ്ച് വന്നത്, എത്ര പെർസെൻറ്റേജാണ് വ്യത്യാസം വന്നതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STT ചാർജ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LTCGയും STCGയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം STT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. അത് F&Oയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് വന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇക്വിറ്റി ഓപ്ഷനിലാണെങ്കിൽ, അതായത് നമ്മളൊരു 5000 രൂപയുടെ പുട്ടോ കോളോ പർച്ചേസ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് 5000 രൂപയ്ക്ക് തന്നെ വിറ്റെങ്കിൽ ടോട്ടൽ പ്രീമിയം എമൗണ്ടിന് മുകളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? 10000 രൂപയാണ്. 5000 വാങ്ങി 5000 വിറ്റു. അപ്പോൾ എത്രയാണ് ടോട്ടൽ ടേൺ ഓവർ? എത്രയാണ്? 10000. അപ്പോൾ 10000ൻ്റെ നേരത്തെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് 0.0625% ആയിരുന്നു STT ചാർജ് ആയിട്ട് ഈടായിക്കൊണ്ടിരുന്നത്. അതെത്രയാണ്? ഏകദേശം 6 രൂപ 25 പൈസയാണ് ആ ഒരു ട്രാൻസാക്ഷന് പിടിച്ചുകൊണ്ടിരുന്നത് സർക്കാരിലേക്ക്. അത് ഇൻക്രീസ് ചെയ്ത് എത്രയിലേക്ക് വന്നു? 0.1%ലേക്ക് വന്നു. അതായത് 0.1%ലേക്ക്, അതായത് 10 രൂപയിലേക്ക് വന്നു. അതായത് ഏകദേശം നമ്മുടെ STT ചാർജ് ഓപ്ഷനിൽ ഡബിൾ ആയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ്? നേരത്തെ പിടിച്ചുകൊണ്ടിരുന്നത് 0.0125% ആണ് പിടിച്ചിരുന്നത്. ഈ സെയിം ട്രേഡ് ഫ്യൂച്ചറിലാണ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ പ്രീമിയത്തിൻ്റെ മുകളിൽ 10000 രൂപയ്ക്ക് മുകളിലാണ് ടോട്ടൽ പ്രീമിയം വാല്യൂ, ടോട്ടൽ ടേൺ ഓവർ 10000 ആണ് വരുന്നതെങ്കിൽ 10000ൻ്റെ മുകളിൽ 1 രൂപ 25 പൈസയായിരുന്നു നേരത്തെ പിടിച്ചുകൊണ്ടിരുന്നത്. അത് നേരെ ഉയർന്ന് 2 രൂപയിലേക്ക് വന്നു. അതും ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ്? നമ്മുടെ STT ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. അത് ഫ്യൂച്ചറിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത് ചെയ്യാനുള്ള ഒരു കാരണം ഇവർ പറയുന്നത്, നമ്മൾ നോർമലായിട്ടുള്ള റീറ്റെയിലേഴ്സ് അധികം അറിവൊന്നും ഇല്ലാതെ ഒരു F&O സെക്ഷനിൽ വന്നിട്ട് ഫ്യൂച്ചറിലും ഓപ്ഷനിലും ട്രേഡ് ചെയ്ത് ഒരുപാട് ലോസ് മേക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ STT ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ സർക്കാരിന് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും ലാഭം വരാൻ പോകുന്നത്. കാരണം STT ടേൺ ഓവർ ഒത്തിരി ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഷോർട്ട് ടൈമിലേക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നവരാണെങ്കിലും അവരുടെ പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജ് ആണോ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസാണ് STCG, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അപ്പോൾ ഇത് ഇതുവരെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ എടുക്കുന്ന ട്രേഡുകൾ, അത് നമ്മൾ STCGയിൽ തന്നെയാണ് ഇൻവോൾവ് ആകുന്നത്. എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് ഷോർട്ട് ടൈമിലാണ്. ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ അത് STCGയിലാണ് നമ്മൾ ഇൻവോൾവ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഒരിക്കലും ടേൺ ഓവറിൻ്റെ മുകളിലല്ല, എത്ര പ്രോഫിറ്റ് നമ്മൾ റിയൽ പ്രോഫിറ്റ് എത്ര അച്ചീവ് ചെയ്യുന്നു അതിന് മുകളിൽ നേരത്തെ നമ്മൾ 15% സർക്കാരിന് ടാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് നേരെ മറിച്ച് ഇനി മുതൽ 20% കൊടുക്കണം. അതായത് 15% നിന്ന് 25% ഉയർത്തി 20%ലേക്ക് കൊടുത്തിട്ടുണ്ട് STCG. അതായത് നമ്മൾ ഒരു 10000 രൂപയാണ് ഒരു വർഷത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നേരത്തെ കൊടുക്കേണ്ടത് 1500 രൂപയായിരുന്നു സർക്കാരിലേക്ക് നമ്മൾ ടാക്സ് ആയിട്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. ഇപ്പോൾ അത് 2000 രൂപയാണ് തിരിച്ച് അടയ്ക്കേണ്ടത്. ഓക്കെ, വളരെ വലിയൊരു മാറ്റം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത്രയും വളരെ വലിയൊരു മാറ്റം വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. F&Oയിലാണെങ്കിൽ അവരൊരു കാരണം പറയുന്നുണ്ട്. ബട്ട് ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇത് സർക്കാരിന് നല്ല രീതിയിൽ ഒരു ടാക്സ് അവർ പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് കിട്ടുന്നോ ആ ഒരു പെർസെൻറ്റേജിൻ്റെ, ആ ഒരു എമൗണ്ടിൻ്റെ, എക്സാമ്പിളായിട്ട് 10000 രൂപയാണ് ഈ ഒരു വർഷം എൻട്രി എടുത്തത്, ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ആ ഒരു 10000 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ നേരത്തെ 10% കൊടുക്കേണ്ടത്. അതായത് 1000 രൂപയാണ് സർക്കാരിന് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് അവിടെ നിന്ന് 25% വീണ്ടും ഉയർന്ന് 12.5% കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായത് അവിടെയും നമുക്ക് 1250 രൂപ ഇനി മുതൽ സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും നമുക്ക് ഒരു ഗ്രോത്ത് LTCGയിലും STCGയിലും ഗ്രോത്ത് ഉണ്ടാകുന്ന, ടാക്സ് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ STTയുടെ ഒരു ഗ്രോത്ത് കാണുവാണെങ്കിൽ സർക്കാരിലേക്ക്, അതായത് പ്രോഫിറ്റബിൾ ആണെങ്കിലും
അത് ലോസിലാണെങ്കിലും തീർച്ചയായിട്ടും STT ചാർജ് കട്ടായിരിക്കും, അത് സർക്കാരിലേക്ക് പോവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2019 ഏകദേശം 11,000 കോടി രൂപയാണ് ഈ സർക്കാരിലേക്ക് ജമയായിരിക്കുന്നത്. അത്രയും പൈസയാണ് അവർക്ക് ഈ STTയുടെ വരുമാനം കിട്ടിയിരിക്കുന്നത്. അത് 2024 ആയി കഴിഞ്ഞപ്പോഴത്തേനും അത് 30,000 കോടിയിലേക്ക് വന്നു. അത് ഇനി ഈ ഒരു ഗ്രോത്തും കൂടെ വരുമ്പോഴത്തേനും അത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 35,000 കോടി 40,000 കോടിയിലേക്കാണ് ഈ ഒരു എമൗണ്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും STT ഇൻക്രീസ് ചെയ്തതോടെ ഈ ഒരു വളരെ ഒരു ഗ്രോത്തിലേക്കാണ്, ഇത്രയും വോളിയത്തിലാണ് F&O ട്രേഡേഴ്സിൽ F&O സെക്ഷനിലേക്ക് ആൾക്കാർ വീണ്ടും ഓരോ ദിവസം കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, F&O ട്രേഡിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാരാണ് പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് F&O ട്രേഡിംഗ് അത്ര സൂട്ടബിളായിട്ട് കംഫർട്ടായിട്ട് മാത്രം മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ F&O ട്രേഡിംഗ് തുടരുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്കിൽ വന്ന് നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡ് ചെയ്യാനാണെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തികച്ചും ഫ്രീ ആയിട്ടാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ്. തീർച്ചയായിട്ടും അത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്ത് ഒരു പാസീവ് ഇൻകം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഒരു അഡ്വാൻസ്ഡ് SIP മെത്തേഡുണ്ട്, ഒരു ETF ഷോപ്പ് മെത്തേഡുണ്ട്. ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് എല്ലാവർക്കും ഒരു വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും, എല്ലാവരുടെയും ജോലിക്കൊപ്പം തന്നെ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.